വളരെ കുറഞ്ഞ സമയത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് നിയോഗിച്ചു. ഈ സമയം നമ്മളെങ്ങനെ പാഴാക്കുന്നത്? ഓരോ മിനിറ്റും വിലയുള്ളതാണ്. ഈ പരിശുദ്ധമായ സ്വർഗം, മഹാനായ നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ സ്വർഗം, അതിലെ ഭൂമി തരിശുഭൂമിയാണ്. അതിനെ നിങ്ങൾ ഫലഭൂയിഷ്ടമാക്കണം. ലോകത്തിൻ്റെ ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിൻ്റെ വേഗതയനുസരിച്ച് സഞ്ചരിക്കുന്ന പരവതാനിയിൽ കയറി ഇരുന്ന് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യുമ്പം ഒരു പാവപ്പെട്ട കർഷകൻ, ഒരു സാധുവായ മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ, അദ്ദേഹം ഈ സംഭവം കണ്ടു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം അത് കേട്ടുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ പരവതാനി ഇറക്കി. അദ്ദേഹം അതിൽ നിന്നിറങ്ങി കർഷകനോട് ചോദിച്ചു, മോനെ, സഹോദര, നീ പറഞ്ഞ ഈ സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, അതിൻ്റെ വില നിനക്കറിയാമോ? നീ എൻ്റെ ഈ സംഭവം കണ്ടുകൊണ്ട് ഞാൻ പറന്നു പോകുന്നു, നടക്കുന്നു, പരവതാനിയിൽ ഇരുന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നു, ഇത് കണ്ട് നീ അത്ഭുതപ്പെടുകയല്ലേ? ഇതൊക്കെ നശിക്കാനുള്ളതാണ് മോനെ. നീ പറഞ്ഞ സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, അത് 10 മടങ്ങ് അത് വർദ്ധിപ്പിച്ച് നാളെ ആഖിറത്തിൽ എത്രയോ ഉയർന്ന പ്രതിഫലം കിട്ടും. അത് തീരാനുള്ളതല്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹയുടെ വിലയൊന്നും എൻ്റെ ഈ യാത്രയ്ക്ക് നീ കൽപ്പിക്കേണ്ട മോനെ. പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനായ നബി തങ്ങളോട് മേറാജിൻ്റെ രാത്രിയിൽ പറഞ്ഞ ഒരൊറ്റ വാക്ക് എന്താണത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഉമ്മത്തുകളോട് പറയണം, നമ്മളോട് പറയണം, ഇബ്രാഹിം നബിയുടെ വസിയത്താണ്, സ്വർഗത്തിലെ ഭൂമി അത് തരിശാണ്, അത് നിങ്ങൾ ഫലഭൂയിഷ്ടമാക്കണം, അതിലുള്ളത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ദിക്റുകളും നന്മകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ സമയം വേസ്റ്റാക്കാനുള്ളതല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ സമയം കളഞ്ഞ് ആഖിറം പാഴാക്കല്ലേ. തർക്കുമാലായി അനി എന്നുള്ളതാണ് എൻ്റെ വിഷയം. അല്ലാഹു തആല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടുകൊണ്ട് മുന്നേറാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. उलमाए देवबंद हक़